അധികാരത്തിലേറി ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകിയ വാക്ക് ഇതാ പാലിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം ചെറുതല്ലാത്ത ഒരു പ്രാധാന്യത്തിൽ കേരള ചരിത്രത്തിൽ കുറിക്കപ്പെടും. നിങ്ങൾക്കറിയാം, പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി സ്ത്രീകളുണ്ട്. അവര് ദിവസവും തിരിച്ചു വരുമ്പം പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ട ബസിന്റെ പണം മാറ്റിവെച്ചിട്ടാണ് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അവർ പണം സ്വരൂപിക്കുന്നത്. ഇതാ ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, നിങ്ങൾ ഏത് തൊഴിലിൽ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബസ് യാത്ര സൗജന്യമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയ വാക്ക് ആദ്യത്തെ ക്യാബിനറ്റിൽ കൊണ്ടുവരികയും ഇന്നേ ദിവസം നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഏറെ വിശ്വാസമാണ് ഈ സർക്കാരിലുള്ളത്. നമ്മളെ പോലെയുള്ള സ്ത്രീകളെ, നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, ആശാ വർക്കർമാരെ, അംഗനവാടി ജീവനക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാരിന് അഭിവാദ്യം, പേരാമ്പ്രയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിവാദ്യം അറിയിക്കുകയാണ്. ഈ ബസ് സർവീസ്, പേരാമ്പ്രയിൽ നിന്നുള്ള ഈ ബസ് സർവീസ്, സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് നൽകുന്ന ഈ ബസ് സർവീസിന് ഇവിടെ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സർക്കാരിനോടൊപ്പം നമുക്ക് ആദ്യത്തെ മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനമാണ്. പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ CPM-നെ മനസ്സിലാക്കും എന്ന് മാത്രം.